ഒരു സർവ്വവിശ്വാസങ്ങളുടെയും കേന്ദ്രമായി തീരുന്ന ഒന്ന്. ആർക്ക് വേണമെങ്കിലും പോകാവുന്ന ഒരു ദേവാലയം. അങ്ങനെ ഒരു ദേവാലയത്തിന് വേണ്ടിയാണ് നമ്മൾ സമയം ചെലവഴിക്കേണ്ടിയിരുന്നത്. ഇപ്പോൾ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട ശബരിമലയുടെ മാസ്റ്റർ പ്ലാനാണ്. മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നത് എന്തിനാ? ഇനി ശബരിമലയിൽ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാൻ. പക്ഷേ 10-30 കൊല്ലമായി തുടങ്ങി വെച്ചത് എവിടെ എത്തിയിട്ടില്ല. അതല്ലേ ആദ്യം തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ ഈ ശബരി റെയിൽ എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് സാധ്യതയുണ്ട്. ശബരി റെയിൽ ഇപ്പോൾ ശബരിമലയിലേക്ക് തീർത്ഥാടകർക്ക് ആദ്യം വേണ്ടത് യാത്രാ സൗകര്യമാണ്. മാസ്റ്റർ പ്ലാനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. എനിക്ക് എപ്പോഴും സങ്കടം തോന്നാറുണ്ട്. ഞാനൊക്കെ ഈ ഉടനീളം കേരളത്തിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എല്ലാ ബസ് സ്റ്റാൻഡിലും കഷ്ടപ്പെട്ടാണ് ഇവർ കഴിയുന്നത്. ഞാൻ പറഞ്ഞത് ശാന്തമായ മനസ്സോടെ, ഇവർക്ക് പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടെ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാനും കുറച്ചു നേരമെങ്കിലും ഉറങ്ങാനും ഒക്കെയുള്ള സംവിധാനം. മാത്രമല്ല ഈ മാറി കയറി എമ്മാതിരി തിരക്കാണ് ആ കാലത്ത്. ഒരുപാട് സ്പെഷ്യൽ ബസ്സുകൾ KSRTC ഇട്ട് കൊടുക്കാറുണ്ട്, എന്നാലും തിരക്കാണ്. അപ്പോൾ അങ്ങനെ കഷ്ടപ്പെട്ടാണോ? അതുമാത്രമല്ല, ഇവർ തരുന്ന നാണ്യം ചെറുതല്ല. കേരളത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യയുടെ എത്രയോ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇങ്ങനെ ഈ ഭക്തന്മാരായ അയ്യപ്പന്മാർ വന്നിട്ട് അവർ ചെലവഴിക്കുന്നത്, അവർ ഒരു അരച്ചായ കുടിക്കുന്നത് പോലും നമുക്ക് വരുമാനമാണ്. അവർ ചെലവഴിക്കുന്ന പണം മുഴുവനും നമ്മുടെ നാട്ടിൽ വരവായിട്ട് വരികയാണ്. നമ്മുടെ സമ്പദ്ഘടനയെ വലിയ തോതിൽ അത് സ്വാധീനിക്കുന്നുണ്ട്. മാത്രമല്ല, അതിൻ്റെ ഒക്കെ പുറമെയാണ് അവർ കൊണ്ടുപോയി നിക്ഷേപിക്കുന്ന കാണിക്ക ഇടുന്ന പണം, അവരുടെ നിവേദ്യം, ഇതൊക്കെ തന്നെ വലിയ വരുമാനമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.